സാറ് നമ്മളിങ്ങനെ അസ്വാഭാവിക മരണക്കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചുള്ള നടപടികളൊക്കെ എങ്ങനെയാണ്? അല്ല, സ്വാഭാവികമായ ഒരു മരണം നടന്നാൽ ഇപ്പോൾ ഒരാള് പെട്ടെന്ന് 90 വയസ്സോ 100 വയസ്സോ 80 വയസ്സുള്ള ആള് പെട്ടെന്ന് വീട്ടിൽ കുഴഞ്ഞു വിടുക, അസ്വസ്ഥത തോന്നി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പോകുന്ന വഴിക്ക് മരണപ്പെട്ടാൽ പോലും ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആളും എത്തിക്കും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഡെഡ് ബോഡി അല്ലെങ്കിൽ മൃതശരീരം ബന്ധുക്കൾ വിട്ടുകൊടുക്കണം, പോലീസിന്റെ റിപ്പോർട്ടൊക്കെ ആവശ്യം. അപ്പോൾ ആ ബന്ധുക്കൾ ഓടി സ്റ്റേഷനിൽ വരും. അപ്പം നമുക്ക് അത് ചിലപ്പോൾ ചില കേസുകൾ എങ്ങനെയാണ് മരണപ്പെട്ടത് നമുക്ക് അറിയാൻ കഴിയില്ല, പ്രായമായ അസുഖമൊക്കെ ആയിരിക്കും. പിന്നെ പോലീസ് കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് പോലീസിന് ലെറ്റർ കിട്ടിയാൽ മാത്രമേ ബോഡി വിട്ടുകൊടുക്കാൻ സാധിക്കും. ഇനി അതുമാത്രമല്ല, അസ്വാഭാവിക മരണക്കേസുകളാണ് വരുന്നതെങ്കിൽ പല രീതിയിലുള്ള മരണങ്ങളുണ്ട്. ഒന്ന് ഹാങ്ങിങ്, തൂങ്ങി മരിക്കാം. മറ്റൊന്ന് ഡ്രോണിങ്, വെള്ളത്തിൽ പോയി മരിക്കാം. മറ്റു രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷം കഴിച്ച് മരണപ്പെടും, പോയിസണിങ്. കൂടാതെ ചില ആക്സിഡന്റ് കേസ് മരണം ഉണ്ടാവാം, മർഡർ കേസുകൾ വരാം, തീപ്പൊള്ളലേറ്റ് മരിക്കാം. അപ്പോൾ ഇത്തരം കേസുകൾ റിപ്പോർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം ഒരു ഡോക്ടർ അറിവ് നേടേണ്ട അവസ്ഥയാണ്. ആദ്യം എഫ് ഐ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ ഇട്ടതിന് ശേഷം മർഡറൊക്കെയാണ് സി റാങ്ക് ഉദ്യോഗസ്ഥരാണ് അതിന് ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അല്ലാത്ത മരണങ്ങളൊക്കെയാണ് സബ് ഇൻസ്പെക്ടർ റാങ്കിലെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഈ കേസുകൾ അസിസ്റ്റ് ചെയ്യുന്നത് സീനിയർ സിവിൽ പോലീസിലേക്കും അവരുടെ അടിസ്ഥാന യോഗ്യത +2 ആണ്. അപ്പോൾ ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തൂങ്ങി മരണക്ക് എല്ലാ ഇൻക്വസ്റ്റുകളും വ്യത്യസ്തങ്ങളുണ്ട്. എൻ്റെ സർവീസിലും എനിക്ക് വല്ലാതെ വേദന ഒന്നും അനുഭവം കൂടെ സൂചിപ്പിച്ച് കടന്നു വന്നത്. ഒരിക്കലും മൊഴിയെടുത്ത് ഞാൻ സീനിയർ സിവിൽ പോലീസായി ജോലി സമയത്താണ് മൊഴിയെടുത്ത് ഞങ്ങൾ ഇൻക്വസ്റ്റിനായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഫാനിൽ തൂങ്ങി നിൽക്കുകയാണ്. ഒരു കയറും രണ്ടറ്റത്തായിട്ട് തൂങ്ങി നിൽക്കുക. അത് ഫീൽ ചെയ്യും മനസ്സിൽ. അപ്പോൾ നമ്മൾ ഇൻക്വസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ആളുകളുടെ സഹായത്തോടെ ഇതൊക്കെ അഴിച്ചിട്ട് അതിൻ്റെ വല്ല എഴുതി വന്നിട്ട് ഒരു മനുഷ്യൻ്റെ ഏത് ഇൻക്വസ്റ്റ് ആയാലും തലമുടി മുതൽ നഖം, കാലിൻ്റെ നഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് മുറിവുകളുണ്ടോ, തലകളിലെ ഭാഗം പരിശോധിച്ചെഴുതും, നെറ്റി എഴുതും, മൂക്കെഴുതും, കണ്ണുകൾ എഴുതും, വായ എഴുതും, വസ്ത്രങ്ങൾ മാറ്റിയിട്ട് നെഞ്ച്, വയറ്, അടിഭാഗം എല്ലാം മാറ്റി സർവ്വ ശരീരഭാഗവും പരിശോധിച്ചിട്ടാണ് ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തെക്കുറിച്ചുള്ള അവയർനെസ്സും അറിവും ആരുണ്ടാവണം? ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടാകണം. ശരിക്കും ഒരു ഡോക്ടർ ചെയ്യേണ്ട ജോലിയാണ് ചെയ്യുന്നത്. അപ്പം ആ ഇൻക്വസ്റ്റ് ഹോൾഡ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യത്യസ്ത രീതി വരും. കാരണം ഓരോ മരണത്തിനും നമ്മൾ അവലംബിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒട്ടൊരു കാര്യങ്ങളുണ്ട്. തീപ്പൊള്ളലിന് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ഡ്രോണിങ് ആണെങ്കിൽ അതിന് മറ്റു രീതിയാണ്. അടിസ്ഥാനമായിട്ട് ഇൻക്വസ്റ്റ് എല്ലാം ഒന്നാണെങ്കിൽ പോലും അവലംബിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കാരണം ഓരോ 174 എന്ന് വെച്ചാൽ അൻസ്വാഭാവിക മരണത്തെയും പോലീസ് ഉദ്യോഗസ്ഥൻ കാണേണ്ടത് ഒരു ചിലപ്പോൾ മർഡറായി മാറാം. അപ്പോൾ അവൻ അത്ര സൂക്ഷ്മതയോടെ ചെയ്യണം. എവിടെയെങ്കിലും വീഴ്ച വന്നു പോയാൽ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അടിസ്ഥാന വിദ്യാഭ്യാസം +2 ഉള്ള ഉദ്യോഗസ്ഥൻ ഈ അറിവ് നേടിയിരിക്കണം. എന്തെങ്കിലും വീഴ്ച വന്നാൽ അവന്റെ ജോലിയെ ബാധിക്കും, ആരും സംരക്ഷിക്കാൻ ഉണ്ടാവില്ല. ഇത് ഇൻക്വസ്റ്റ് ചെയ്ത കാര്യമാണ്. ഇൻക്വസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചാണ് മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മെഡിക്കോളിലേക്ക് അയക്കാനും പോലീസ് സർജൻ മുമ്പായിരിക്കുന്നത്. ഈ പോലീസ് സർജന് മുമ്പിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു ദിവസം ഞാൻ സദാ പോലീസുകാരൻ്റെ ജോലി സമയത്ത് 174 റിപ്പോർട്ടായി. ഇൻക്വസ്റ്റ് കഴിഞ്ഞു. ഡെഡ് ബോഡി PMCക്കായിട്ട് തന്നെ ബോർഡ് തന്നു വിടുക. ബോർഡ് തന്നു വിട്ടിട്ട് PMC കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആന്തരിക അവയവങ്ങൾ മുഴുവൻ എടുത്ത് എൻ്റെ തന്നു, സീൽ ചെയ്ത് തരും. എന്നിട്ട് ഇത് തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിൽ എത്തിക്കണം. അവിടെ പരിശോധിച്ചാണെങ്കിൽ മരണം വരും. ഇത് കിട്ടി വൈകുന്നേരം രാത്രി കൊണ്ട് സ്റ്റേഷനിൽ വെച്ച് പിറ്റേ ദിവസം ഞാൻ ഒരു തിരുവനന്തപുരം ബസ് കയറി പോവാം. മനുഷ്യന്റെ ശരീരം ആന്തരികവയെ അദ്ദേഹത്തെ കിട്ടുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ബസ്സിന്റെ ഇത് മൂടി കയറ്റി വെക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും മോഷണം ഉപയോഗിക്കാൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഈ സാധനം എൻ്റെ കാലുകളുടെ ഇടയിൽ നിർത്തി വെച്ചേക്കുക. തിരുവനന്തപുരം എത്തുന്നവരെ പുലർച്ചെ ഞാനൊരു 4 മണി അവിടെ എത്തി. എന്നിട്ട് മുറി എടുത്ത് കിടന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് ഈ സാധനം ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. ഞാൻ നമുക്ക് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായ അനുഭവമാണ്. എൻ്റെ സുഹൃത്തിൻ്റെ പോലീസുകാരുടെ അനുഭവിച്ചു. പുള്ളിക്ക് പ്രാവശ്യം ഇങ്ങനെ ആന്തരികവയങ്ങൾ എടുത്ത് കൊടുത്ത് തിരുവനന്തപുരം ഫോറൻസിക് ലാബ് കൊടുത്തു. പുള്ളി ഇതുകൊണ്ട് പോകുമ്പം ഇത് ലീക്കായി കഴിയുമ്പോൾ വല്ലാത്ത മണം സ്മെല്ല് കാരണം ഡെഡ് ബോഡിയുടെ സ്മെല്ലാണ് വരുന്നത്. KSRTC ബസ്സിലെ കണ്ടക്ടർ ബെല്ലടിച്ച് അവനെ വണ്ടി ഇറക്കി വിട്ടു. ഇങ്ങനെ വല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥൻ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ. ഇത് ഫോറൻസിക് FSL കൊണ്ടുവന്നാലും പോലീസ് വാഹനം ഒന്നും കിട്ടുന്നില്ല. പോലീസ് വാഹനമൊക്കെ വളരെ അതിൻ്റെയൊക്കെ അവസ്ഥ അത് പിന്നീട് വിശദീകരിക്കാം.